മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഷാമ്പൂയിലൊക്കെയാണ്. നിങ്ങൾ മുടിക്ക് അകാല നിര പോലെയുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അമിതമായിട്ട് മുടി കൊഴിച്ചിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷാമ്പൂസ് എല്ലാം മാറി മാറി ഉപയോഗിക്കും. അതുപോലെ പല പല എണ്ണകൾ മാറി മാറി ഉപയോഗിക്കും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് ആണ്. മതിയായ ന്യൂട്രിയൻസ് നമ്മളെ ശരീരത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെയാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുടി കൊഴിച്ചിൽ, അതുപോലെ അകാല നിര കാരണം ബുദ്ധിമുട്ടുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അവർ ഭക്ഷണത്തിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ. മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് മെലാനിൻ പിഗ്മെൻറ്റ്സ് ആണ്. മെലനോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളാണ് ഈ മെലാനിൻ പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടൊരു 50 വയസ്സാകുമ്പോഴേക്കും ഈ മെലാനിൻ പിഗ്മെൻറ്റ്സിൻ്റെ എണ്ണം കുറയുകയും മുടി നിരക്കുകയും ചെയ്യുന്നു. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും നരച്ച് തുടങ്ങുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ നേരത്തെ നരച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ മുടി നരച്ചു തുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം നിങ്ങളുടെ ശരീരത്തിൽ മതിയായിട്ടുള്ള അളവിൽ വൈറ്റമിൻ B12, അയൺ, കോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് അകാല നിരക്ക് കാരണമാണ്. ഒരു 30 വയസ്സാകുമ്പോഴേക്കും സ്മോക്കിംഗ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നരച്ച് തുടങ്ങുന്നുണ്ട്. ഈ സ്മോക്ക് ചെയ്യുന്നവരിൽ അവരുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് വളരെ കൂടുതലാവുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ ഫ്രീ റാഡിക്കൽസ് ഈ മെലാനിൻ പിഗ്മെൻറ്റ്സിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവരിൽ ഈ പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളില്ലാതെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, വളരെയധികം ഹാഷ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നവരിലും ഈ പെട്ടെന്ന് നരക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ഹോർമോൺ വ്യത്യാസങ്ങൾ. അതായത് തൈറോയിഡ് പോലെയുള്ള ഹോർമോണിൽ എന്തെങ്കിലും അപാകത അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നവരിലും പെട്ടെന്ന് തന്നെ നിരക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. ഇനി നമുക്ക് എങ്ങനെ അകാല നിര കുറക്കാം, അല്ലെങ്കിൽ ഈ മെലാനിൻ പിഗ്മെന്റ് പെട്ടെന്ന് നശിക്കുന്നത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ആണ് മെലാനിൻ പിഗ്മെന്റ്സിനെ കൂടുതലായിട്ട് നശിപ്പിക്കുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള മെലാനിൻ പിഗ്മെന്റ്സ് നശിക്കുന്നതിൻ്റെ തോത് കുറയുന്നു. മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുകയും മെലാനിൻ പിഗ്മെൻറ്റ്സ് നശിക്കുന്നതിൻ്റെ തോത് കുറയ്ക്കുകയും ഈ അകാല നിരയുടെ ഒരു സ്പീഡ് നമുക്ക് സ്ലോ ആക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള മറ്റ് ഫുഡ് ഐറ്റംസ് ആണ് ക്യാരറ്റ്, ചീര, നട്ട്സ് ആയിട്ടുള്ള ഈ ബദാം, ആൽമണ്ട് പോലെയുള്ളതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അകാല നിരയുടെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. നെല്ലിക്ക നിങ്ങൾക്ക് ജ്യൂസായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ബിസി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അത്തരം പൗഡേഴ്സ് നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മെലാനിൻ ഫോർമേഷന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് എള്ള്, പ്രത്യേകിച്ച് കറുത്ത എള്ള്. ഇതിൽ ഇതുപോലെ ധാരാളമായിട്ട് കോപ്പർ, സിങ്ക്, അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് അകാല നിര കുറക്കുന്നതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കട്ടി കൂടുന്നതിന് വേണ്ടി എള്ള് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സാലഡ്സിൽ എള്ള് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളും ശർക്കരയും മിക്സ് ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് നട്ട്സുകളോടൊപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ലഡു ഫോമിലായിട്ടും നിങ്ങൾക്ക് ഈ ന്യൂട്രിയൻ ലഡൂസായിട്ടും
നിങ്ങൾക്ക് എള്ള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റൊരു നാച്ചുറൽ മെലാനിൻ ബൂസ്റ്റർ ആണ് കറിവേപ്പില. കറിവേപ്പില നിങ്ങളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചട്നിയിലോ അല്ലെങ്കിൽ മോരിലോ കറിവേപ്പില അരച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോപ്പർ, അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഡേറ്റ്സ്, റാഗി, എള്ള്, അതുപോലെ ബീട്രൂട്ട്, പോംഗ്രനേറ്റ്, അതുപോലെ കറുത്ത ഉണക്കമുന്തിരി, ഇതെല്ലാം അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അതുപോലെ കോപ്പർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഞണ്ട്, കൂന്തള്, എള്ളിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ അകാല നിരയുടെ തോത് കുറക്കാൻ സാധിക്കും. വൈറ്റമിൻ B12 കുറയുന്നതും അകാല നിരക്ക് കാരണമാവുന്നു. വൈറ്റമിൻ B12ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഈ വൈറ്റമിൻ B12 അനിമൽ സോഴ്സ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പാല്, ഇറച്ചി, മുട്ട ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ B12 കൂടുതലായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 കുറയുമ്പോഴും അകാല നിരയുടെ വേഗത കൂടും. വൈറ്റമിൻ B12 കുറയുമ്പോൾ അകാല നിരയോടൊപ്പം മറ്റ് ലക്ഷണങ്ങളും കൂടെ കണ്ടുവരുന്നുണ്ട്. ക്ഷീണം, കയ്യിലും കാലിലും കാണുന്ന തരിപ്പ്, അതുപോലെ വായിലുള്ള തൊലി ഇളകുന്നതും പെട്ടെന്ന് തന്നെ വായ്പുണ്ണ് വരുന്നതും ഈ വൈറ്റമിൻ B12ന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ട് വൈറ്റമിൻ B12 കുറവ് കണ്ടുവരുന്നത് പ്യുവർ വെജിറ്റേറിയൻസിലാണ്. കാരണം വൈറ്റമിൻ B12 കൂടുതലായിട്ട് കിട്ടുന്നത് അനിമൽ സോഴ്സ് നിന്നാണ്. പാല്, മുട്ട, ഇറച്ചി, ഇതിലൊക്കെയാണ് വൈറ്റമിൻ B12 കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആണെന്ന് കൺഫേം ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ ഹെയറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ നമ്മൾ മെലാനിൻ പിഗ്മെൻറ്റ്സ് അതുപോലെ കെരാറ്റിൻ്റെ ഫോർമേഷനും പ്രോട്ടീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മുട്ട, പാല്, ഇറച്ചി ഇവയിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കൂടുതലാവുമ്പോഴും അകാല നിരക്ക് കാരണമാവുന്നു. ഇത്തരം ഭക്ഷണത്തോടൊപ്പം സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ അകാല നിരയുടെ സ്പീഡ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അകാല നിരയോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് മുടി കൊഴിയുന്നത്. പക്ഷെ ആളുകൾ വളരെ നോർമലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് മുടി കൊഴിച്ചിൽ അതെല്ലാവർക്കും ഉള്ളതല്ലേ, കോമൺ അല്ലേ എന്ന്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തരുന്നൊരു വാർണിംഗ് സൈനാണ് നമ്മൾ മുടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നത്. ഈ അകാല നിരയോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ ഉണ്ടാവുന്നത്. ചെറിയ രീതിയിൽ മുടി കൊഴിയുന്നത് അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അമിതമായാൽ നമ്മുടെ ശരീരത്തിലുള്ള പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അതുപോലെ ചില ഹോർമോണൽ ഇഷ്യൂസിൻ്റെയും ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അയൺ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ, ന്യൂട്രിയൻസ് എത്തുന്നത് കുറയുന്നു. അത് ഈ മുടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും തലയോട്ടിയിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എത്താതെ വരുമ്പോൾ അത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും കൂടുതലായിട്ട് മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സിങ്ക്. മുടിനാരുകളുടെ ഹെൽത്തിന്, അതായത് മുടിനാരുകളുടെ റിപ്പയറിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള ഓയിൽ ഗ്രന്ഥികൾക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും സിങ്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സിങ്കിൻ്റെ അളവ് കുറഞ്ഞാൽ മുടി പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവുകയും ഡാൻഡ്രഫിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിങ്ക് അടങ്ങിയിട്ടുള്ള പ്രധാന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നട്ട്സും സീഡ്സും ആണ്. അതായത് പംകിൻ സീഡ്സിൽ, അതായത് മത്തം വിത്തുകളിൽ കൂടുതലായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബദാം, കാഷ്യൂ ഇതിലെല്ലാം കൂടുതലായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങളിൽ അയല, മത്തി പോലെയുള്ള മത്സ്യങ്ങളിലും സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഈ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ സിങ്ക് അബ്സോർപ്ഷൻ കൂടുകയും നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും പറ്റും. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B7 എന്ന് പറയുന്നത്. ഇത് മുടിയിലുള്ള ഒരു പ്രോട്ടീൻ, കെരാറ്റിൻ പ്രോട്ടീൻ്റെ ഫോർമേഷനാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കെരാറ്റിൻ പ്രോട്ടീന് മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടും മുടിയുടെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെരാറ്റിൻ്റെ അളവ് കുറയുമ്പോൾ മുടിയുടെ തിക്നെസ് കുറയുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും എക്സസീവായിട്ട് കൂടുതലായിട്ടുള്ള ഹെയർ ഫാളിനും കാരണമാവുന്നു.
അപ്പോൾ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുട്ട, മീന്, അതുപോലെ പംകിൻ സീഡ്സ്, വാൾനട്ട്സ്, ഇതിലെല്ലാം ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ B12 കുറവ്, ഇത് അകാല നിരക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും കാരണമാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി. വൈറ്റമിൻ D കുറവുള്ളവർക്കും ഇതുപോലെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് പ്രോട്ടീന്, സിങ്ക്, വൈറ്റമിൻ B7, അതായത് ബയോട്ടിൻ, വൈറ്റമിൻ B12, വൈറ്റമിൻ D, അപ്പോൾ ഇത്തരം ഘടകങ്ങളുടെ മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസീസ് പലരിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഡോസിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുകയും അതുപോലെ ഇത്തരം ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതരം എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിക്കുകയോ ചെയ്യാതെ ഇത്തരം ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഈ വെള്ളവും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിൽ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലും ആ ന്യൂട്രിയൻസ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് എത്തേണ്ടതുണ്ട്. അത് സർക്കുലേഷൻ വഴി എത്തണം എന്നുണ്ടെങ്കിൽ മതിയായ അളവിൽ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ സ്കാൽപ്പ് ഹൈഡ്രേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്കാൽപ്പ് ഡ്രൈനെസ്സിന് കാരണമാവുകയും അത് ഡാൻഡ്രഫിന് കാരണമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഡാൻഡ്രഫ് വന്നാൽ ഈ മുടിയുടെ വേരുകൾക്കുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും അത് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡെയിലി 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PCOD, തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളിലും കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ കാണുന്നു. അപ്പോൾ അത്തരം ഹോർമോണൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. PCOD ഉള്ളവരിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോജൻ ഹോർമോൺസ് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം ആൻഡ്രോജൻ ഹോർമോൺസ് കൂടുമ്പോൾ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. അപ്പോൾ അത്തരം അസുഖങ്ങൾ, ഹോർമോണൽ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇനി മതിയായ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂട്ടുകയും അത് കാരണമായിട്ട് വളരെയധികം എക്സസ് ആയിട്ടുള്ള ഹെയർ ഫാളിന് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം ഷാമ്പു യൂസ് ചെയ്യുക. കൂടുതലായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പുകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നത് നിങ്ങൾ തലയൊട്ടി കൂടുതൽ ഡ്രൈ ആക്കാനും ഈ ഹെയർ ഫാളിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഷാമ്പു ആഴ്ചയിൽ 2 അല്ലെങ്കിൽ മാക്സിമം 3 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓയിൽ, നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിങ്ങളുടെ തലയൊട്ടി മസാജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. കൂടുതലായിട്ട് തലയൊട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് സർക്കുലേഷൻ, അവിടേക്കുള്ള സർക്കുലേഷൻ കൂട്ടാനും കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഹെയർ ഫോളിക്കിളിലേക്ക് എത്താനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഹീറ്റ് അടങ്ങിയിട്ടുള്ള ഹാർഷ് കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, അതും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും പെട്ടെന്ന് മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങളും എന്തൊക്കെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അകാലനര അതുപോലെ മുടി കൊഴിച്ചിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.